ഹലോ ഹായ്. ബിഗ് ബോസ് സീസൺ 7 അനീഷിൻ്റെ ഗെയിം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സീസൺ 7 സ്റ്റാർട്ട് ചെയ്തത് 25 കണ്ടസ്റ്റൻസുമായിട്ടാണ്. അതിൽ അനീഷ് എന്ന വ്യക്തി കോമണർ എന്ന കാറ്റഗറിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഫാൻ ബേസ് കാര്യങ്ങൾ ആൾക്കുണ്ടായില്ല. ആൾ ഇനിഷ്യലി കുറച്ച് വെറുപ്പിക്കലായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഓഡിയൻസിന് അത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടായില്ല. ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ ഒരു ഗെയിം പിന്നീട് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ജെനുവിനായിട്ട് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് അനീഷ്. ആരെക്കുറിച്ചും ഒരു ഗോസിപ്സ് പറയുകയോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഗെയിം കളിക്കുകയോ ഒന്നും തന്നെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആൾ ഷാനവാസുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ വന്നിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഓഡിയൻസിലേക്ക് എത്തുകയും നല്ലൊരു ഫാൻ ബേസ് അതിനുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ശേഷം ആൾ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കാര്യങ്ങൾ നടത്തി. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു കോമണർ കാർഡ് കളിച്ചു. പക്ഷേ ആ കോമണർ കാർഡും ഓഡിയൻസിന് അത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് തന്നെ ആൾക്ക് അവിടെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനോടൊരു ഇഷ്ടം തോന്നുകയും ആൾ ആ ഒരു ഗെയിമിൽ വെച്ച് തന്നെ അത് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ കണ്ടസ്റ്റൻറ്റിന് അത് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആൾ ആ ഒരു ഗെയിം അവിടെ നിർത്തി. അതിനുശേഷം തിരിച്ച് ഈ ഒരു ബിഗ് ബോസ് ഗെയിമിലേക്ക് ആൾ നല്ല രീതിയിൽ തന്നെ വന്നു. ആ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനീഷിൻ്റെ ഒരു ക്വാളിറ്റി. കാരണം അൺവാണ്ടഡ് ആയിട്ട് ആ ഒരു വിഷയം വീണ്ടും ഗെയിമിലേക്ക് എടുത്തിടാൻ ആൾ ശ്രമിച്ചിട്ടുണ്ടായില്ല. ആൾ ആ വിഷയം പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. പിന്നീട് ആളുടെ ഗെയിമിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടും വിന്നർ ആകാനുള്ളൊരു യോഗ്യത അനീഷ് എന്ന ഗെയിമൊക്കെ ഉണ്ട്. കാരണം ആൾ അവിടെയുള്ള ഒരു മത്സരാർത്ഥികളോട് പോലും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ഗെയിം ജയിക്കാൻ വേണ്ടി ക്യാരക്ടർ അസാസിനേഷൻ പോലെ പല കാര്യങ്ങളും അവിടെ പല കണ്ടസ്റ്റൻസും ചെയ്യാറുണ്ട്. അത്തരത്തിലൊന്നും ചെയ്യാണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനീഷ് തന്നെ ആകുമെന്ന്. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന എല്ലാവർക്കും വിന്നർ ആവാനുള്ളൊരു ചാൻസ് ഈ സീസണിൽ കാണുന്നുണ്ട്. കാരണം നമുക്ക് predictable അല്ല ഈ ഒരു സീസൺ. എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ കളിക്കുന്നവരുണ്ട്, മോശം രീതിയിൽ കളിക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ PR പുറത്ത് ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല ആര് വിന്നർ ആകും എന്നുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. അനീഷ് വിന്നർ ആകണം തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം.